ഹലോ ഗൈസ്, വെൽക്കം ടു എയർ ക്രിഷൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വുൾവറൈൻ മൂവിയുടെ എൻഡിങ് എക്സ്പ്ലനേഷനും കൂടാതെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും സ്പോയിലറാണ്, പടം കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ ഒരു പടത്തിൻ്റെ എൻഡിങ്ങിലോട്ട് വരികയാണെങ്കിൽ നിറയെ പേർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടാകും. അതായത് ഇതിൽ ഡെഡ്പൂൾ വന്ന് എർത്ത് 616 വന്നു, കൂടാതെ ഈ വില്ലൻ ക്യാരക്ടറിൻ്റെ ടാർഗറ്റ് എന്താണ്, അങ്ങനെ ഒത്തിരി ഡൗട്ട്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ പാരഡോക്സ് അല്ലേ ടി വിയിലുള്ള. സോ അങ്ങേരുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ അങ്ങേർക്ക് ആക്ച്വലി ടി വിയുടെ കീഴെ ജോലി ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. സോ അങ്ങേർക്ക് എന്താ പറയുക, സ്വന്തമായിട്ട് ടൈം ലൈനെ കൺട്രോൾ ചെയ്യണമെന്നാണ് ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങേരെ കൈവശം ഒരു ഈ ടൈം ലൈനിനെ, അതായത് ഈ ടൈം ലൈനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ടൈം റിപ്പയർ മെഷീൻ ഇങ്ങനെ കൈവശമുണ്ട്. സോ അത് വന്ന് നമ്മുടെ ഡെഡ്പൂളിൻ്റെ എർത്തായിട്ടുള്ള 1005 അതുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്ത് ഈ ഒരു ടൈം ലൈനെ മൊത്തം ഇങ്ങേരെ കൺട്രോൾ എടുക്കണമെന്നാണ് ഇങ്ങേരെ ടാർഗറ്റ്. സോ ഇങ്ങേരെ സപ്പോർട്ട് ചെയ്യുന്ന ചില ടി വി മെമ്പേഴ്സും ആക്ച്വലി ടി വിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങേരുടെ മെയിനായിട്ടുള്ള ടാർഗറ്റ്. അപ്പോൾ ഇങ്ങനെ വിചാരിച്ച ഒരാളെ ടൈം ലൈൻ അപ്പം തന്നെ നശിപ്പിച്ച് കളയാനുള്ളൊരു പവർ ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. ആ ഒരു ടൈം റിപ്പയർ മെഷീനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഡെഡ്പൂൾ മനസ്സിലാക്കിയാണ്. സോ ഡെഡ്പൂൾ മനസ്സിലായത് എൻ്റെ യൂണിവേഴ്സ് നശിക്കാൻ പോവുകയാണ്. സോ ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സിൻ്റെ ഒരു ആങ്കർ പോയിന്റ് എന്ന് പറയുന്നത്, അതായത് നെക്സസ് ബീങ് എന്ന് പറയുന്നത് നമ്മുടെ വൂൾവറൈനാണ്, ലോഗൻ. സോ ലോഗനാണ് ആ മൂവിയിൽ മരിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സ് ഉടനെ നശിക്കും. അതുകൊണ്ട് തന്നെ ഡെഡ്പൂൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ മൂക്കും ഉടച്ചിട്ട് അങ്ങനെ ആ ഒരു ഡിവൈസ് എടുത്തിട്ട് നേരെ നമ്മുടെ ഡെഡ്പൂൾ പല യൂണിവേഴ്സിൽ പോവുകയാണ് നമ്മൾ വൂൾവറൈനെ തേടി. അങ്ങനെ ഓരോരോ യൂണിവേഴ്സിലെത്തിയാണ് പല വൂൾവറൈൻ വേരിയൻസിനെ മീറ്റ് ചെയ്യാൻ. നമ്മുടെ ഹെൻറി കേവിൽ വൂൾവറൈനായിട്ട് ഒരു യൂണിവേഴ്സിലുണ്ട്, അത് സൂപ്പറായിരുന്നു. പിന്നെ ഹൾക്ക് വേഴ്സസ് വൂൾവറൈൻ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്, അത് ഫുള്ളായിട്ട് കാണിച്ചില്ല, ചെറുതായിട്ട് കാണിച്ചു. പിന്നെ നമ്മുടെ കോമിക് അക്യുറേറ്റ് ആയിട്ട് ഒരു കുള്ളൻ വൂൾവറൈനെ കാണിച്ചു, അത് കോമഡി ആയിരുന്നു. പിന്നെ പല വൂൾവറൈൻ വേരിയൻസിനെ കണ്ടു. പിന്നെ ഓൾഡ് മാൻ ലോഗൻ, അവരെയൊക്കെ നമ്മുടെ ഡെഡ്പൂൾ കാണാനായിട്ട് കണ്ടിട്ടുണ്ടാകും. സോ ഫൈനലി ഡെഡ്പൂൾ കണ്ടുപിടിക്കുന്ന ഒരു വൂൾവറൈൻ വേരിയൻ്റ് എന്ന് വെച്ചാൽ സ്വന്തം യൂണിവേഴ്സ് നശിപ്പിച്ച ഒരു വൂൾവറൈൻ വേരിയൻ്റാണ്. അപ്പോൾ ആ ഒരു വൂൾവറൈൻ്റെ വേരിയൻ്റ് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സിലോട്ട് കൊണ്ടുവരണം, യൂണിവേഴ്സിനെ രക്ഷിക്കണം. അതാണ് മെയിനായിട്ട് ഡെഡ്പൂളിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി ടൈം റിപ്പയർ മെഷീൻ വെച്ച് ഒരാൾക്ക് അയാളെ ടൈം ലൈനെ തന്നെ ഫുൾ കൺട്രോളിലെടുക്കാൻ, ടൈം ലൈനെ നശിപ്പിക്കാനും പറ്റും. അപ്പോൾ ഇതിൽ കസാൻഡർ നോവ എന്ന വില്ലൻ ക്യാരക്ടറിൻ്റെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കസാൻഡർ നോവയ്ക്ക് ഈ ടൈം റിപ്പയർ മെഷീൻ യൂസ് ചെയ്ത് എൻ്റെ ടൈം ലൈനും വോയിഡിലോട്ട് കൊണ്ടുവന്ന് ആ വോയിഡിനെ ഫുൾ കൺട്രോളെടുത്ത് വോയിഡ് റൂൾ ചെയ്യുന്നതാണ് കസാൻഡർ നോവയുടെ ടാർഗറ്റ്. സോ എന്താണ് ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ കസാൻഡർ നോവ ഭയങ്കര പവർഫുള്ളാണ്. സോ അപ്പോൾ പുള്ളിക്കാരുടെ യൂണിവേഴ്സിൽ ഈ പവേഴ്സ് ഉപയോഗിക്കാനുള്ളൊരു അനുവാദം നമ്മുടെ കസാൻഡർ നോവയ്ക്കില്ല, അല്ലെങ്കിൽ ആരും സമ്മതിക്കില്ല. എല്ലാവരും കസാൻഡർ ഒതുക്കിയാൻ വെച്ചതിന് ഒരു ഫ്രീഡം ഇല്ലായിരുന്നു. ബട്ട് വോയിഡിൻ്റെ ഉള്ളിലാണ് കസാൻഡർ നോവയ്ക്ക് ഈ ഫ്രീഡം ഉള്ളത്. അതായത് തോന്നിയ ദിവസം പോലെ പവേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ടൈം ലൈനെ വോയിഡിലോട്ട് കൊണ്ടുവന്ന് വോയിഡ് റൂൾ ചെയ്യുന്നതാണ് കസാൻഡർ നോവയുടെ ടാർഗറ്റ്. അപ്പം ഇതാണ് മെയിനായിട്ട് ഇതിലുള്ളത്. ഓരോ ആൾക്കാർക്ക് ഓരോരോ ടാർഗറ്റാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ വന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ എർത്ത് 616 പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അവഞ്ചേഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഹാപ്പിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ബട്ട് ഹാപ്പി ആണെങ്കിൽ എൻ്റെ പേരിൽ മാത്രമേ ഹാപ്പി ഉള്ളൂ ഇറങ്ങി പോടാന്ന് പറഞ്ഞ് നമ്മുടെ ഡെഡ്പൂളിനെ ഇറക്കി വിടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ലോക്കി സീസണിന് മുമ്പായിട്ട് നടക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ലോക്കി സീസണിൽ ആ മൾട്ടിവേഴ്സ് ട്രീ ആണുള്ളത്, ഇവിടെ അങ്ങനെ കാണിച്ചിട്ടില്ല. ലോക്കിക്ക് മുമ്പാണ് നടക്കുന്നത്. അതായത് സീസൺ 2 ആ ലോക്കി ഗോഡ് ഓഫ് സ്റ്റോറീസ് ആവുന്നതിന് മുമ്പാണ് ഇത് എവിടെയോ നടക്കണമെന്നാണ് തോന്നുന്നത്. അപ്പം പടത്തിൻ്റെ ആ ഒരു എൻഡിങ്ങിലോട്ട് നമ്മൾ മെയിനായിട്ട് കിടക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഡെഡ്പൂളിൻ്റെ അടുത്തിലാണ് ഈ ഒരു ടൈം റിപ്പയർ മെഷീൻ ഉള്ളത്. അപ്പം കസാൻഡർ നോവ അവിടെ എത്തി ആ ഒരു മെഷീനെ കൺട്രോൾ എടുക്കാൻ നോക്കിയാണ്, അല്ലെങ്കിൽ ഫുൾ കൺട്രോൾ എടുക്കാൻ കസാൻഡർ നോവ ട്രൈ ചെയ്യാൻ. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഡെഡ്പൂൾ വൂൾവറൈനെ സാക്രിഫൈസ് ചെയ്ത് ആ മെഷീനെ ഡാമേജ് ആക്കി വിട്ടു കൊടുക്കും. അങ്ങനെ കസാൻഡർ നോവ ഡെഡ് ആവും, നമ്മുടെ ഡെഡ്പൂൾ വൂൾവറൈൻ രക്ഷപ്പെടും. കാരണം അവർക്ക് ഹീലിംഗ് ഫാക്ടർ അധികമാണ്, അതുകൊണ്ട് തന്നെ ഡെഡ്പൂൾ വൂൾവറൈൻ രക്ഷപ്പെടും. ആൻഡ് ഫൈനലി ഈ ഒരു പാരഡോക്സിൻ്റെ ടി വി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഡെഡ്പൂളിൻ്റെ ആ ഒരു ഫാമിലിയിൽ നമ്മുടെ വൂൾവറൈൻ ജോയിനായി ഇവരെല്ലാവരും ഒരു ഫാമിലി ആയിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ വൂൾവറൈൻ ഡെഡ്പൂളിൻ്റെ കൂടെയാണ്. കാരണം വൂൾവറൈൻ ഇപ്പം ഡെഡ്പൂളിൻ്റെ ആ ഒരു ടൈം ലൈനിൽ വന്നതുകൊണ്ട് തന്നെ ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സ് രക്ഷപ്പെട്ട് ഒരു ഇഷ്യൂസും ഇല്ല. ആൻഡ് വൂൾവറൈൻ മാത്രമല്ല, നമ്മുടെ ഡോഗ് പൂളും ഉണ്ട്, പിന്നെ നമ്മുടെ X-23 ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരു ഫാമിലി ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. സോ എർത്ത് 616 നമ്മുടെ ഡെഡ്പൂൾ യൂണിവേഴ്സിലാണ് ഇവരുള്ളത്. മേ ബി ഫ്യൂച്ചറിൽ ഇൻകർഷൻ ഇവൻ്റൊക്കെ നടക്കുമ്പോഴേക്കും ഇവരൊക്കെ എർത്ത് 616 വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് എൻഡിങ്ങിനെ പറ്റിയുള്ള കാര്യം. ഇനി പോസ്റ്റ് ക്രെഡിറ്റ് സീനിലോട്ട് വരികയാണെങ്കിൽ ഇതുവരെ സംഭവം ഒരു ഫണ്ണിന് വേണ്ടി വെച്ചാണ്. അതായത് നമ്മുടെ ക്രിസ് ഇവാൻസിൻ്റെ ഹ്യൂമൻ ടോർച്ചില്ലേ ജോണി, സോ ആ ഒരു ക്യാരക്ടർ പടത്തിൽ ഇടയ്ക്ക് വന്നിട്ടിങ്ങനെ
മരിക്കണമുണ്ട് നമ്മുടെ കസാൻഡനോവ കൊന്നു കളഞ്ഞ്. അതായത് ഡെഡ്പൂളാണെങ്കിൽ കസാൻഡനോവയെ പറ്റി ഇവൻ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞ് കസാൻഡനോവയാണെങ്കിൽ നമ്മുടെ ജോണിയുടെ തൊലി മൊത്തം വലിച്ചെടുത്ത് കൊല്ലിനായിട്ടാണ് കാണിച്ചത്. അപ്പോൾ നമ്മളൊക്കെ അപ്പം വിചാരിച്ച് ഡെഡ്പൂൾ കള്ളം പറഞ്ഞ് പാവത്തിനെ കൊന്നുന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ല, ഡെഡ്പൂൾ പ്രൂഫ് കാണിച്ചു തരുന്നുണ്ട്, ക്യാമറയിൽ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജോണി ശരിക്കും കസാൻഡനോവയെ പറ്റി ഒരുപാട് അനാവശ്യം പറയും. അതാണ് നമ്മുടെ ഡെഡ്പൂൾ കസാൻ്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, സോ ഇവിടെ തെറ്റ് ജോണിയുടെ ഭാഗത്ത് തന്നെയാണ്. അതായത് ജോണി ഇത് പറഞ്ഞതിന് കുഴപ്പമില്ല, പക്ഷേ പറഞ്ഞത് ഡെഡ്പൂളിൻ്റെ അടുത്താണ്. അതാണ് പ്രശ്നമായത്. അപ്പോൾ അതാണ് സംഭവം. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വെച്ചാൽ ഒരു ഫണ്ണിന് വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എൻഡിങ്ങും പോസ്റ്റ് ക്രെഡിറ്റ് സീനും കാര്യങ്ങളൊക്കെ. അപ്പം ഡെഡ്പൂൾ 3 കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾക്ക് എൻഡിങ് ഒക്കെ ഇഷ്ടപ്പെട്ടാവും. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് പടവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ ഇട്ടേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ നോക്കാം. കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം പറ്റാൻ കാണുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് യു ഗൈസ്.